ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായി. പിന്നെ ഇതിന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് മഞ്ഞക്കറിയില്ലേ, നമ്മൾ കിഴങ്ങും സവാളയും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കീറിയിട്ടിട്ട് കടുക് വറുത്തെടുക്കുന്ന ഈസി ആയിട്ടുള്ള കറിയാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ് ആ കറി. നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കഷ്ടപ്പെട്ട് ക്ഷീണിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളെക്കാളും ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ഇങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ തോന്നലാണ്. ഇനി നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ആ കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കടുക് വറുത്തെടുത്താൽ മതി. പിന്നെ അപ്പവും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആണല്ലേ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ ആകുമ്പോൾ നമ്മളൊക്കെ ഒരു അഭിമാനിക്കേണ്ട ദിവസം കൂടിയല്ലേ. വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാർക്കും അല്ലാത്ത ജോലിക്കാരായിട്ടുള്ള അമ്മമാർക്കും ഇനി അമ്മയാവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും അമ്മയാവാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് ഡേയുടെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കണത്, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടില്ലേ, പൂതപ്പാട്ട്. അതിനകത്ത് തൻ്റെ കുഞ്ഞിനെ പൂതം വന്ന് കൊണ്ടുപോയിട്ട് രണ്ട് കണ്ണും ചൂഴ്ന്ന് കൊടുത്ത ആ കുഞ്ഞിനെ തിരികെ തരാമെന്ന് പറയുമ്പോൾ അതിന് വരെ തയ്യാറാവണ അമ്മ, അതിനെ പറ്റിയിട്ടുള്ള ഒരു കവിത നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആ കവിത എനിക്ക് ഓർമ്മ വരും കേട്ടോ. ഭയങ്കര സങ്കടം തോന്നും അതൊക്കെ ഓർക്കുമ്പോൾ, ആ അമ്മയുടെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ. അപ്പോൾ അതുപോലെ അതിപ്പോൾ കവിതയാണ്, കഥയാണെങ്കിലും നമ്മുടെ ചുറ്റിനും എന്തെല്ലാം സംഭവങ്ങളാണല്ലേ നടക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള അമ്മമാർ ഒരു വശത്തുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലാൻ റെഡിയായിട്ട് നടക്കണ അമ്മമാരുടെയും കൂടി കാലമാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ കാലം. ഇപ്പോൾ ഓരോ കാമുകന്മാരുടെയൊക്കെ കൂടെ ഒളിച്ചോടാനായിട്ട് സ്വന്തം മക്കളെ കുരുതി കൊടുക്കണ അമ്മമാർ കൂടി വരണ ഒരു കാലമാണല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാട്ടോ. ഇപ്പോൾ അവർക്ക് അവരുടെ കാര്യം നോക്കി പോകണമെങ്കിൽ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവാം. ആ കുഞ്ഞുങ്ങൾക്ക് കാലും കൈയും വായും കീറിയിട്ടുള്ള ദൈവം അവർക്ക് വേണ്ട വഴി ദയവായിട്ട് കാണിച്ചു കൊടുത്തോളൂ. ഇവർ നിങ്ങളെ കൊന്നിട്ട് സുഖിക്കാനായിട്ട് പോകണത്, അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര കാട് കയറി പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അമ്മമാരും ഉണ്ട്. ഒരുപാട് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മക്കളെ വളർത്തി വലുതാക്കി അവരുടെ സ്വപ്നങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്ന അമ്മമാരും ഉണ്ട് കേട്ടോ ഇന്നത്തെ കാലത്ത്. അപ്പോൾ മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാം ഓർമ്മ വരും. അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോൾ ക്യാരറ്റ് ഉണ്ടായി. അപ്പോൾ അത് ജ്യൂസ് അടിച്ചു കിട്ടുക. അപ്പോൾ ക്യാരറ്റ് 2 ഈന്തപ്പഴം കൂടി ഇട്ടിട്ടാണ് ജ്യൂസ് അടിച്ചത്, വേവിച്ചിട്ട് പാലും ഒഴിച്ചിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കത്തേക്ക് കറി വെക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു നാടൻ കറിയാട്ടോ. അപ്പോൾ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റുമാണ്. പാവയ്ക്കയും മാങ്ങയും വെച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള പാവയ്ക്കയും, അതിലേക്ക് ഒരു തക്കാളി, കുറച്ച് വേപ്പില, പച്ചമുളക് കീറിയത്, പിന്നെ ആവശ്യത്തിനുള്ള പുളിക്ക് ആവശ്യമുള്ള മാങ്ങ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു. അത് നന്നായിട്ട് തിളച്ച് വേവായി വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ എടുത്ത് വറുത്തെടുത്തതാണ്. അപ്പോൾ തേങ്ങ വറുത്ത് അതിലേക്ക് 2 വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഇട്ടിട്ടാട്ടോ, ചുവന്നുള്ളിയും ഇട്ടിട്ടാണ് വറുത്തത്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതിൻ്റെ 1 സ്പൂൺ കുറച്ചിട്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് വറുത്തെടുത്തതാട്ടോ. എന്നിട്ട് ആ കഷ്ണങ്ങൾ വേവായി വന്നപ്പോൾ ഈ വറുത്ത തേങ്ങ നമ്മൾ അരച്ച് ആ അരപ്പും കൂടി ചേർത്ത്, കൂടെ ഉലുവപ്പൊടിയും കൂടി ചേർത്തായിരുന്നു കേട്ടോ ഞാൻ. മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കിയതിൻ്റെ കൂടെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും ഏത് കറിയിലാണെങ്കിലും ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് പിന്നെ അരപ്പും കൂടി തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ കടുക് വറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുകും ഉലുവയും കറിവേപ്പിലയും വറുത്ത് ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. നല്ലൊരു മണാട്ട് ഈ കറി വയ്ക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ. നല്ലൊരു ഒഴിച്ച് കറിയാണ് ഇത്. പണ്ടത്തെ
കറിയാണ്. ഇത് നമ്മളിങ്ങനെ തീയലാണോ ഒഴിച്ച് കറിയാണോ ആ രീതിയിലാട്ടോ ഇതിരിക്കണത്. അത് കറക്റ്റ് ഒരു തീയലിൻ്റെ അത്ര കുറുക്കി അങ്ങനെ വയ്ക്കണ കറിയല്ല, അങ്ങനെ ഒഴിച്ച് കഴിക്കണ കറിയാണ്. നല്ല സ്മെല്ലാണ് ഈ കറി. ഈ കറി കൂട്ടി ഊണ് കഴിക്കാനും നല്ല രസമാണ്. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉണക്കമീനാട്ടോ. ഈ ഒരു കറിയും ഉണക്കമീൻ വറുത്തതും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. എനിക്കിപ്പോൾ ചെറിയ ചാള ഉണ്ടായി, അപ്പം ഞാനതാണ് വറുത്തത്. അപ്പോൾ ഒരു ട്രിപ്പ് വറുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, അടുത്ത ട്രിപ്പ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഊണൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മധുരം കഴിക്കാൻ തോന്നി. മധുരം കഴിക്കാൻ തോന്നിയത് വേറെ ഒന്നുമല്ല, ഇവിടെ ഹൽവ ഇരിപ്പുണ്ടായി, അതുകൊണ്ട് തോന്നിയതാട്ടോ. അപ്പോൾ അതൊരു പീസ് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ്, അപ്പോൾ അതൊരു പീസ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരത്തെ ചായയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.